പഴം പുഴുങ്ങിയും ഫില്ലിങ് റെഡിയാക്കിയൊന്നും കഷ്ടപ്പെടാതെ വളരെ പെട്ടെന്ന് ഉന്നക്കായിലേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ. നമുക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത പഴം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പിൻ്റെ മുകളിലായിട്ട് പഞ്ചസാര ചേർത്തി കൊടുക്കാം. അപ്പോൾ പഴം അത്യാവശ്യം മധുരമുള്ള ആണെങ്കിൽ 1/4 കപ്പ് ചേർത്തിയാൽ മതി. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിയ ശേഷം ആ തവി വെച്ചിട്ട് തന്നെ നല്ലവണ്ണം തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഒരുപാട് കുക്കാവൊന്നും വേണ്ട, നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്നും മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ആ ചട്ടി തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് റവയും 1 കപ്പ് പാൽ കേട്ടോ. 1/4 കപ്പ് റവ എടുക്കണ വെച്ചാൽ 1 കപ്പ് പാൽ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ കത്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയിട്ട് പാലൊക്കെ റവയൊക്കെ പിടിച്ച് നല്ലവണ്ണം ഇതുപോലെ കട്ടിയാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പഴത്തിൻ്റെ കൂട്ട് ചേർത്തി കൊടുക്കുക. അപ്പം നമ്മൾ റവയിൽ മധുരം ചേർക്കണില്ല കേട്ടോ, ഈ പഴത്തിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ റവയും പഴവും നല്ലവണ്ണം മിക്സ് ആവണ വരേക്ക് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതുപോലെ ഉന്നക്കായൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ. ഇട്ട പാടന്നെ ഇട്ടിട്ട് ഇളക്കും ചെയ്യരുത്. കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം തീ കുറച്ചും വെക്കരുത്, തീ കൂട്ടിയിട്ടും വെക്കരുത്. അങ്ങനെ ഏകദേശം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഉന്നക്കായിലേറെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.